കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രാദേശിക നേതാവ് VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ച് പ്രകടനത്തിൽ CPM പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിലാണ് നിഷാദ് പങ്കെടുത്തത്. അച്ഛൻ അസുഖമാണെന്ന് പറഞ്ഞാണ് ജയിലിൽ കഴിഞ്ഞ നിഷാദ് അടിയന്തര പരോൾ നേടിയത്. ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പരോൾ ചട്ടം. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, സൗകര്യപൂർവ്വം പരോൾ നൽകുന്നത് സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണെന്നുള്ളത് അറിയാം അവരുടെ അനുഭാവികൾക്കായി. നിലവിലിപ്പോൾ കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രാദേശിക നേതാവ് പരോൾ ചട്ടം ലംഘിച്ച് രാഷ്ട്രീയ പ്രകടനത്തിൽ, അതും കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, നമുക്കറിയാം പയ്യന്നൂരിലെ പ്രാദേശിക നേതാവാണ് VK നിഷാദ്. അയാൾ പയ്യന്നൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഈ പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇയാളെ കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. പക്ഷേ ശിക്ഷ വിധിച്ച് ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴേക്കും 1 മാസത്തെ അടിയന്തര പരോളാണ് ജയിൽ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് ഈ VK നിഷാദിന് നൽകിയത്. സ്വാഭാവികമായും പരോൾ ലഭിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. അതിന് മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാൻ പാടില്ല എന്നടക്കം കൃത്യമായ ചട്ടങ്ങളുണ്ട്. പക്ഷേ VK നിഷാദ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പാർട്ടി പ്രാദേശിക തലത്തിൽ ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. അതായത് കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആ പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയത്. അത് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിൽ ആഹ്ലാദവും കൂടി ചേർന്ന് കുഞ്ഞികൃഷ്ണനെതിരെയുള്ള ഒരു പ്രതിഷേധവുമായി അത് മാറുന്നുണ്ടായിരുന്നു. ആ പരിപാടിയിലാണ് ഇയാൾ പങ്കെടുത്തത്. സ്വാഭാവികമായി അത് ചട്ടവിരുദ്ധമാണ്. അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നത്. ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്ന ചട്ടമാണ് VK നിഷാദ് ലംഘിച്ചത്. സ്വാഭാവികമായും അച്ഛന് അസുഖമാണ് എന്ന് പറഞ്ഞ് പരോൾ നേടിയ നിഷാദ് ആ ആനുകൂല്യം ഉപയോഗിച്ച് പാർട്ടി പരിപാടികൾ പങ്കെടുക്കുകയും പാർട്ടിയുടെ പൊതുശത്രുവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തൊരു സാഹചര്യം. ഏതായാലും ഇത് നിയമ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VK നിഷാദിന് വരുമോ എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വാഭാവികമായും പരോൾ ചട്ടം ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ പരോൾ ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്. ശിക്ഷ വിധിച്ചേതാണ്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും 1 മാസത്തെ പരോളാണ് നിഷാദിന് നൽകിയത്. പലതും അസ്വാഭാവിക നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു രോഹിണി. ശരി മിഥുൻ, കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രാദേശിക നേതാവ് VK നിഷാദാണ് പരോൾ ചട്ടം ലംഘിച്ച് കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അച്ഛൻ അസുഖമാണ് എന്ന് പറഞ്ഞാണ് ജയിലിൽ കഴിഞ്ഞ നിഷാദ് അടിയന്തര പരോൾ നേടിയത്. പക്ഷേ ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പരോൾ ചട്ടമാണിപ്പോൾ നിലവിൽ ഇയാൾ ലംഘിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.